ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ചിക്കൻ പാർട്സ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുറച്ച് ചേരുവകൾ ചേർത്ത് വേവിക്കണം. ഞാനിവിടെ 2 പിടി കൊച്ചുള്ളിയും 1 പിടി വെളുത്തുള്ളിയും 5 വലിയ പച്ചമുളകും 1 വലിയ കഷ്ണം ഇഞ്ചിയും ഇത്രയും ചേർത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കൂടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ലിഡ് അടച്ചു വെച്ച് ഒരു 4 ഫിസിൽ കേൾക്കും വരെ വേവിച്ചെടുക്കാം. 4 ഫിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വഴറ്റാനുള്ള ചട്ടിയിലേക്ക് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് താളിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ കീന്തിയിട്ടത്, കൂടെ ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വന്നു കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പിടി കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തന്നെ ഇത് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി എല്ലാം വെന്തുടഞ്ഞിട്ടുണ്ടാവും. തവി വെച്ച് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് ഈ ചേരുവകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ടാവും. കറി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ പാർട്സിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.